ഓക്കെ, നമ്മൾ അക്കൗണ്ടൻസിയിലെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് 2 വർഷങ്ങളിലെ ബ്രാഞ്ച് അക്കൗണ്ടുകൾ അടുത്തടുത്ത് പ്രിപ്പയർ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുജറാത്ത് കെമിക്കൽസ് ഓപ്പൺഡ് എ ബ്രാഞ്ച് അറ്റ് പാറ്റ്ന ഓൺ 1 ജാനുവരി 2013. ജനുവരി 1 തീയതി 2013 ഗുജറാത്ത് കെമിക്കൽസ് എന്നാണ് കമ്പനിയുടെ പേര്. അവരുടെ പുസ്തകത്തിൽ അവരുടെ പാറ്റ്നയിലുള്ള ഒരു ബ്രാഞ്ചിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കാര്യം പറയുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന ബ്രാഞ്ചാണ്, അതുകൊണ്ട് ഇതിന് ഓപ്പണിംഗ് അസറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഓപ്പണിംഗ് സ്റ്റോക്കോ, ഓപ്പണിംഗ് പെറ്റി ക്യാഷോ, ഓപ്പണിംഗ് ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വൺ ഓഫ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ദ പാറ്റ്ന ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്ക് പാറ്റ്ന ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കണം 2013 2014 2 വർഷങ്ങളിൽ. ഇതിനു മുമ്പത്തെ നമ്മൾ വീഡിയോ 2 നമ്മൾ കണ്ടതാണ് ഒരു വർഷത്തെ മാത്രം ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കുക, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കുക, കണക്ക് തീർന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, ഒരു വർഷത്തെ ഉണ്ടാക്കി ബ്രാഞ്ച് അക്കൗണ്ട്, അതിനെ തുടർന്നുള്ള വർഷത്തെയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ 1-ാം വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും 2-ാം വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ടാവില്ല. എന്താണ് അസറ്റ്സിന്റെ 1-ാം വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും 2-ാം വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന ബ്രാഞ്ച് ആയതുകൊണ്ട് അതിന് ഓപ്പണിംഗ് അസറ്റ്സ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടും ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് 2013 55,000, 14 77,000. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ റെന്റ് ആൻഡ് ടാക്സസ്. ബ്രാഞ്ചിന്റെ ചെലവുകളാണ് റെന്റും ടാക്സും. അത് നേരിടാൻ വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്ത പൈസ ടു ബാങ്ക് എന്നാണ് വരുന്നത് അല്ലേ. 6,600 ടു ബാങ്ക് എന്ന് 2013 ബ്രാഞ്ച് അക്കൗണ്ടിലും ടു ബാങ്ക് എന്ന് 2014 ഇതിലും നമ്മൾ എഴുതണം. അതുപോലെ തന്നെ സാലറീസ് 4,400. ഓക്കെ, ഇത് ബ്രാഞ്ച് എക്സ്പെൻസസ് അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ബ്രാഞ്ച് സാലറീസ്. അത് അവർ വേറെ പൈസ ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസസ് പെറ്റി ക്യാഷിന് വേണ്ടിയിട്ട് 3,300 2,200. ഇതൊക്കെ ഇന്നർ കോളത്തിൽ ഒരുമിച്ച് എഴുതിയിട്ട് കൂട്ടി ഔട്ടർ കോളത്തിൽ കാണിച്ചാലും മതി. ഇനി റെമിറ്റൻസ് ബൈ ബ്രാഞ്ച് അന്നുള്ള പൈസ കളക്ട് ചെയ്തിട്ട് ഹെഡ് ഓഫീസിന് അയക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ബ്രാഞ്ച് 2013 ഹെഡ് ഓഫീസിലേക്ക് അടച്ചേക്കണത് ബൈ ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ, വരുമാന സൈഡിലാണ്. ഇത് വരുമാനമാണ് ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച്. നമ്മൾ ഗുജറാത്ത് കെമിക്കൽസിന്റെ അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുമാനമായി ബ്രാഞ്ചിൽ നിന്ന്, പാറ്റ്ന ബ്രാഞ്ചിൽ നിന്ന് അടച്ചേക്കണത് ഇങ്ങോട്ടേക്ക് അയച്ചേക്കണത് 88,000 ആണ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. വരുമാന സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. 2014 അത് 99,000 ആണ്. ഇനി റിട്ടേൺ ബൈ ബ്രാഞ്ചിൽ വിൽക്കാൻ പറ്റാത്തത് അവർ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് 2013. അതെങ്ങനെ എഴുതാം? ബൈ സൈഡിലാണ് റിട്ടേൺ ബൈ ബ്രാഞ്ച് എഴുതണം അല്ലേ. എന്തെന്ന് പറഞ്ഞാൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് തന്നെയാണ് എഴുതുന്നത്. 1,100 2,200 2 വർഷങ്ങളിൽ. ഇനി സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31 ഡിസംബർ. ഇതെന്താ? 31 ഡിസംബറിലെ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് അസറ്റ് ആണ്. അത് നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ ലാസ്റ്റ് കാണിക്കേണ്ട ഐറ്റമാണ് ബ്രാഞ്ച് സ്റ്റോക്കിന്റെയും ബ്രാഞ്ച് പെറ്റി ക്യാഷിന്റെയും ക്ലോസിംഗ് ബാലൻസുകൾ. അത് 8,800 30 ആദ്യത്തെ 2013 11,060 2014 ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട്, പാറ്റ്ന ബ്രാഞ്ച് അക്കൗണ്ട് ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. പാറ്റ്ന ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരയ്ക്കുന്നു. എന്നിട്ട് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് ഇതൊക്കെ എഴുതുന്നു. ആദ്യത്തെ ഐറ്റം ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് അസറ്റ് എഴുതാനായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് അസറ്റ് എഴുതാൻ സാധിക്കില്ല. ജനുവരി 1 തീയതി എന്ന് എഴുതാൻ സാധിക്കില്ല, കാരണം ഓപ്പണിംഗ് ഡേറ്റ് ഇല്ല. പിന്നെ ട്രാൻസാക്ഷൻ വരുന്നത് അതത് വർഷങ്ങളിൽ അയച്ചു കൊടുത്തേക്കുന്നതാണ്. എന്നാണ് ഗുഡ്സ് അയച്ചു കൊടുത്ത ഡേറ്റ് ഒന്നുമില്ല. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് എല്ലാത്തിനും ഒരേ ഡിസംബർ 31 കൊടുക്കാം. ഗുഡ്സ് എന്തായാലും ഡിസംബർ 31 സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ആയിരിക്കില്ല, അതിന് മുമ്പുള്ള ഏതെങ്കിലും ഡേറ്റ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ 1 തീയതി തന്നെ അയച്ചു കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് എത്ര? 55,000 രൂപയുടെ സാധനം ഹെഡ് ഓഫീസിൽ നിന്ന് പാറ്റ്ന ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുത്തു. അടുത്ത എന്താണ്? ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നർ കോളത്തിൽ എഴുതി ഒരുമിച്ച് എഴുതിയിട്ട് ഇങ്ങോട്ട് എഴുതി. എത്ര? ടു ബാങ്ക് റെന്റ് ആൻഡ് ടാക്സസ് 6,600, സാലറീസ് 4,400. ഇതൊക്കെ വേറെ വേറെ വരിയായിട്ടാണ് അവിടെ ക്വസ്റ്റ്യനിൽ കാണിച്ചേക്കണമെങ്കിൽ നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2 കുത്തിടുക. എക്സ്പെൻസസ് ആണ്. എന്നിട്ട് അത് എന്തൊക്കെയാണ് ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്ത് ഇന്നർ കോളത്തിൽ കാണിച്ച് ഒരുമിച്ച് കൂട്ടി ഔട്ടർ കോളത്തിൽ 14,300 എന്ന് കാണിച്ചാൽ മതി. സാലറീസ് 4,400, ഓഫീസ് എക്സ്പെൻസസ് 3,300. തീർന്നു. നമ്മുടെ ചെലവുകളൊക്കെ 1-ാം വർഷത്തെ ചെലവുകൾ ഇത്രേ ഉള്ളൂ. ഇനി വരുമാനം എന്താണ്? ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. എന്താണ്? റിട്ടേൺ വന്നാണ് വിൽക്കാൻ പറ്റാതെ ബാക്കി വന്നത് 1,100. 2013 വിൽക്കാൻ പറ്റാതെ ബാക്കി വന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ റിട്ടേൺ ഉള്ളതൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പിരിഞ്ഞു കിട്ടിയ പൈസ അന്നന്ന് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. 88,000 രൂപയാണ് ഇവിടെ ക്യാഷ് ആയിട്ട് പിരിഞ്ഞു കിട്ടിയത്. അത് അങ്ങോട്ടേക്ക് ഇട്ടു. അതാണ് ടു ബാങ്ക് അല്ല, സോറി, ബൈ ബാങ്ക്. ഇനി ക്ലോസിംഗ് ബാലൻസിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് 8,800 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് 30 ആണ്.
ഇപ്പൊ ബ്രാഞ്ച് അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ കണക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എഴുതണമായിരുന്നു അല്ലേ. എങ്കിലും അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഈ സൈഡിൽ ലാസ്റ്റ് എഴുതി എന്ന് പ്രത്യേകതയാണ്. നോക്കൂ, ഈ വർഷത്തെ ക്ലോസിംഗ് അസറ്റ്സ് ആണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് അസറ്റ്സ് ആയിട്ട് കയറുന്നത്. ഓക്കെ ആണ്. ഇപ്പൊ കുട്ടികൾ വിചാരിക്കും എന്താണ് കഴിഞ്ഞ വർഷം ഇത് ഓപ്പണിംഗ് അസറ്റ്സ് ഇല്ലായിരുന്നു, കാരണം ആദ്യമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഓപ്പണിംഗ് അസറ്റ് ഉണ്ടായില്ല. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല, കഴിഞ്ഞ കൊല്ലം ബിസിനസ് നടന്നതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം പുതിയ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കയറും. അത് കണക്കിൽ പറയണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് അസറ്റ് ആണല്ലോ ഈ വർഷം ഓപ്പണിംഗ് അസറ്റ് ആയിട്ട് എടുത്ത് എഴുതേണ്ടത് എന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതണം. ഓക്കെ, ഇനി ബ്രാഞ്ച് സ്റ്റോക്ക് എത്രയാണ്? 8800. ബ്രാഞ്ച് പെറ്റി ക്യാഷ് എത്രയാണ്? 30. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി കഴിഞ്ഞാൽ അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ സൈഡിൽ ആദ്യമാണ് നമുക്കറിയാം. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എതിർവശത്ത് അവസാനവുമാണ്, അത് നമുക്കറിയാം. ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് സ്റ്റോക്കിന്റെ 11,000മാണ്, ബ്രാഞ്ച് പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് 60 ആണെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തെന്താണ്? ഹെഡ് ഓഫീസ് വിൽക്കാൻ ഈ വർഷം കൊടുത്തയച്ചത് എത്രയാണ്? കഴിഞ്ഞ വർഷം 55,000 ഗുഡ്സ് ആണ് അയച്ചത്. ഈ വർഷം നല്ല പെർഫോമൻസ് ഉണ്ടെന്നുള്ളത് 77,000 ഗുഡ്സ് അയച്ചു. ഇനി അതുപോലെ തന്നെ ചെലവ് നേരിടാനായിട്ട് ഈ വർഷം കൊടുത്ത പൈസ ഏതൊക്കെയാണ്? ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് നേരിടാൻ വേണ്ടി ഹെഡ് ഓഫീസിൽ ചെക്ക് അയച്ചു കൊടുത്തതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. റെന്റ് ആൻഡ് ടാക്സസ് 7,700, സാലറീസ് 5,500, ഓഫീസ് എക്സ്പെൻസസ് 200, എല്ലാം കൂടി 15,400. നമ്മുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇവിടെ പിരിഞ്ഞു കിട്ടിയ പൈസ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ച് അയക്കുന്ന എത്രയാണ്? അന്നത്തെ ദിവസം അയച്ചിട്ട് 99,000 രൂപ രണ്ടാം വർഷം തിരിച്ച്. കഴിഞ്ഞ വർഷം 81,000 രൂപയാണ് ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഈ വർഷം 88,000 പകരം ഒരു 10,000 കൂടി കൂട്ടി 99,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 വർഷത്തെയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് അസറ്റ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതിയേക്കാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട്, ക്യാരി ഡൗൺ ബാലൻസ് എപ്പോഴും ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ, അറിയാലോ. ഇനി ബ്രാഞ്ച് സ്റ്റോക്കും ബ്രാഞ്ച് പെറ്റി ക്യാഷിന്റെയും ക്ലോസിംഗ് ബാലൻസ് എഴുതി. ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ. ഇനി അടുത്ത വർഷം ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പോകുന്നത്? ഈ ക്ലോസിംഗ് ബാലൻസുകളാണ് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഈ ആദ്യം വന്ന് കയറാൻ പോണ ഇതിന്റെ കണ്ടിന്യൂഷൻ. എന്തുവാട്ടെ, ഇത് വരുമാന വശം, ഇത് ചെലവ് വശം. വരുമാന വശത്തിന്റെ ടോട്ടൽ എന്ന് നോക്കാം നമുക്ക്. 1,12,260 ആണ് നമുക്ക് മനസ്സിലായി. വരുമാന വശം 1,12,260. ഈ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടൻസിൽ പതിവായി ചെയ്യുന്നതനുസരിച്ച് വരുമാന വശത്തെ ടോട്ടൽ ഈ വശത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ പകർത്തി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ചെലവുകൾ എത്രയാണെന്ന് കാൽക്കുലേറ്റർ വേറെ കൂട്ടിയെടുക്കുക അല്ലേ. എന്നിട്ട് ഈ കൂട്ടിയെടുത്ത ചെലവുകൾ ഈ വരുമാനത്തിൽ നിന്ന് കിഴിച്ച് അഥവാ മൈനസ് ചെയ്ത് കുറച്ചതിന് ശേഷം ആ വ്യത്യാസം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് എഴുതുന്നതിനെയാണ് ബാലൻസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ് 11,030 എന്ന് നമ്മൾ എഴുതി. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇതാണ് 2 വർഷത്തെ ബ്രാഞ്ച് അക്കൗണ്ടുകൾ തുടർച്ചയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട രീതി ഇതാണ്. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 2013 ഫിഗേഴ്സും 2014 ഫിഗേഴ്സും തന്നിട്ട് ഇതിനകത്ത് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കാതിരുന്നത്. ഏതാണ്ട് ധാരണ കിട്ടിയെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത കണക്ക് അതിൽ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഈ 3,000 ഉണ്ടല്ലോ, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അപ്പുറത്ത് വരും. ഇവിടെയും ഉണ്ട് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ മറ്റൊരു വരി കണ്ടോ. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഈ 1,40,000 ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിൽ വരുമ്പോൾ എമൗണ്ട് ഇപ്പുറത്തായി വരും. ഈ 3,000 എവിടെ വരും? ഇപ്പുറത്തായിട്ട് വരും കേട്ടോ. അത് 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. 1,40,000 ഇവിടെ വരും, ഈ 3,000 ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വലിയ സംഖ്യ 1,40,000 ഇല്ല, അത് കൂട്ടി ഇവിടെ എടുത്ത് എഴുതിയിട്ട് ഡിഫറൻസ് ഉള്ള എമൗണ്ട് 1,37,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതിയാണ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്. കണ്ടോ, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എഴുതിയാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കാണിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഡിപ്രീസിയേഷൻ ആദ്യത്തെ 6,000 രൂപയുടെ ഫർണിച്ചറിന്റെ 1,200 രൂപ, 8,000 രൂപയുടെ ഫർണിച്ചർ 6 മാസം ഉണ്ടായുള്ളൂ, കാരണം ജൂലൈ 1-ാം തീയതി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒരു ഫുൾ ഇയർ ഉണ്ടായിരുന്നില്ല ഈ ഫർണിച്ചർ. അപ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 8,000 രൂപയുടെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ 8 16 1,600. 1,600ന്റെ പകുതിയാണ് 6 മാസം. 1,600ന്റെ പകുതി 800 ആണ്. ഈ 1,200 800 കൂടി ചേർത്ത് 2,000 രൂപ ഡിപ്രീസിയേഷൻ. ഈ 2,000 രൂപ ഡിപ്രീസിയേഷൻ മൊത്തം 8 6 14ന്റെ ഫർണിച്ചറിൽ നിന്ന് 2,000 കുറയ്ക്കുക. ബാക്കി 12,000ന്റെ ആണ് ക്ലോസിംഗ് ഡേറ്റിലെ ഫർണിച്ചർ ബാലൻസ്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. പെറ്റി ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ബാലൻസ് ഓൺ 31 December 2014 is the same. പഴയ കഴിഞ്ഞ ഓപ്പണിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് തന്നെയായിരിക്കും ഈ വർഷവും എന്ന് വിചാരിച്ച് എഴുതി. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ 2 കണക്കുകൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ നോക്കിയത്.